ഹലോ, കുറേ ദിവസങ്ങളായി ഒരു വീഡിയോ ഉണ്ടോയെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ടേ. നമുക്കിന്നൊരു വീഡിയോ ആയാലോ? ഈ സാധനം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പേര് ഞാൻ ചോദിച്ചറിഞ്ഞിടത്തോളം അടതാപ്പ് എന്നൊരു പേരാണ് അറിയാൻ കഴിഞ്ഞത്. ഇതെനിക്ക് ഒന്ന് വള്ളിയായിട്ട് എന്തോ ആണ് പോകുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഇതെനിക്ക് എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇത് കാണുന്നതും ഞാൻ കറി വെക്കാൻ തുടങ്ങുന്നതും. ഇത് കറി വയ്ക്കുന്നത് തന്നെ ഉരുളക്കിഴങ്ങ് കറി വയ്ക്കുന്ന പോലെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമുക്കിത് വെച്ചൊരു മെഴുക്കുവരട്ടി അങ്ങ് ഉണ്ടാക്കിയാലോ? ഒരെണ്ണമാണ് കിട്ടിയേക്കുന്നത്. ഇത് തന്നെ ഇത്രയും വലുപ്പത്തിൽ കിട്ടിയത് തന്നെ അങ്ങനെ അധികം കിട്ടാറില്ല. അത്രയും വലുപ്പത്തിൽ നിന്നാണ് പറഞ്ഞത്. നല്ല വലുപ്പമുണ്ട്. അപ്പം ഞാൻ ഇതൊന്ന് ചെത്തിയച്ചും ചെറിയ പീസുകളാക്കി ഒന്ന് കറി വെച്ച് നോക്കട്ടെ കേട്ടോ. ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം. എല്ലാവരും എന്നാണെന്ന് പറയണം കേട്ടോ. വേറെ എന്തെങ്കിലും പേരുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്കൊന്ന് കറി വെച്ച് തുടങ്ങാം അല്ലേ? ഓക്കെ. ഇതിങ്ങനെ തൊലി പൊളിഞ്ഞു വരുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം ഒന്ന് ചെത്തി നോക്കിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഇത് തൊലി ഇങ്ങനെ പൊളിഞ്ഞു വരുന്നതായിട്ട് കണ്ടത് കേട്ടോ. വലിയധികം കട്ടിയൊന്നുമുള്ള തൊലിയൊന്നുമല്ല. പിന്നെ പൊളിച്ചും എടുക്കാം കേട്ടോ. നമുക്കൊന്ന് ബാക്കി നമുക്ക് ചെയ്ത് നോക്കാവേ. ഞാനിത് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കരിമ്പച്ച ഉണ്ടായിരുന്ന ഞാനങ്ങ് ചെത്തി കളഞ്ഞു കേട്ടോ. എന്തെങ്കിലും ഒരു ടേസ്റ്റ് വ്യത്യാസം വരുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് അത് ചെത്തി കളഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഉള്ളി. പിന്നെ വേണ്ടത് ഞാൻ മീറ്റ് മസാല വെച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല കുറച്ച് മുളക് ഇട്ട് കൊടുക്കാതെ. പിന്നെ കുറച്ച് കാശ്മീരി മുളകും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊന്ന് നമുക്കൊന്ന് വേവിപ്പിച്ച് കൊടുക്കാം. നല്ല കൊഴുപ്പാണ് ഇതിന്. ഇതിലേക്ക് കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനായിട്ട് ഒരു തുള്ളി വെള്ളം ഒഴിച്ചും കൂടി കൊടുക്കാം. നമുക്കൊന്ന് 10 മിനിറ്റ് മൂടി വെച്ചൊന്ന് വേവിക്കാം.
അടതാപ്പുങ്ക കറി വെച്ചതിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. ഇതിന് കരച്ചിക്കാച്ചിക്കായ എന്ന പേരും കൂടി ഒന്ന് കിട്ടിയിട്ടുണ്ട്. ആരെങ്കിലും ഇതിന് എന്ത് പേരാണ് വെച്ചിട്ടുള്ളതെന്ന് മെൻഷൻ ചെയ്യണം. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം. ഞാൻ കഴിച്ച് നോക്കിയിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ആ ടേസ്റ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. കണ്ടാൽ അതുപോലെയൊക്കെ തന്നെ തോന്നും. എല്ലാവരും ഒന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു.